75 അടിയന്തരാവസ്ഥ കാലത്തും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും CPM RSS ബന്ധമുണ്ടായിരുന്നു. 67 ബന്ധമുണ്ടായിരുന്നു. 89 ബന്ധമുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഫോട്ടോ ഹാജരാക്കിയല്ലോ. ഒരു ബന്ധമില്ലെങ്കിൽ EMSും ജ്യോതി ബസും LK അദ്വാനിയും വാജ്പേയിയും 89 എങ്ങനെയാണ് ഒരുമിച്ച് പ്രചരണം നടത്തി രാജീവ് ഗാന്ധിക്കെതിരായിട്ട്? BJPയെ വളർത്തി ഇന്ത്യയിലെ ഭരണകക്ഷിയാക്കാൻ ഇടതുപക്ഷം കൂട്ടുനിന്നിട്ടുണ്ട്. സുന്ദരരെ രാജിവെച്ചത് സാമ്രാജ്യത്വ മനോഭാവവും പാരാമിലിറ്ററി ഫാസിസ്റ്റുമായ RSSുമായി കൂട്ടുകൂടുന്നതിൽ പ്രതിഷേധിച്ചാണ്. മൊഹിസൻ പറഞ്ഞ എന്താ? കോൺഗ്രസിനെ തോൽപ്പിക്കാൻ BJPയുമായി നിങ്ങൾ കൂട്ടുകൂടിയാൽ തകർന്നു പോകും. രണ്ടു കാലിൽ എണീറ്റിക്കാൻ പറ്റാത്ത പാർട്ടിയായി CPMും CPIയും ഇന്ത്യയിൽ. ഇത് യാഥാർത്ഥ്യമാണ്. തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ചർച്ചയാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും ആ ബാന്ധവം ഉണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്. സീനിയർ ആയിട്ടുള്ള ഒരു CPM നേതാവും BJP സംസ്ഥാന പ്രസിഡന്റും കൂടി ഒരുമിച്ച് ബിസിനസ് ചെയ്യാണ്. ഈ ഹൈവേ മുഴുവൻ പൊളിഞ്ഞ് തകർന്ന് പണ്ടരടങ്ങിയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു കേസുമില്ല എന്ന് പറഞ്ഞിട്ട് സമ്മാനപ്പെട്ടിയും പൊന്നാടയുമായിട്ടാണ് നിതിൻ ഗഡ്കരിയെ കാണാൻ പോയത്. ആണോ? എന്തിനാണ് സമ്മാനപ്പെട്ടി കൊടുക്കുന്നത്? നിതിൻ ഗഡ്കരിക്ക് ഹൈവേ തകർന്നേനോ? ധൈര്യമുണ്ടോ പിണറായി വിജയന് BJPയുടെ ഘടകകക്ഷിയായ ദേവഗൌഡയുടെ പാർട്ടിയുടെ മന്ത്രിയെ ഇതിൽ നിന്ന് പുറത്താക്കാൻ? അപ്പൊ നാഗ്പൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞു RSS കേന്ദ്രത്തിൽ അയാളെ തുടരാൻ അനുവദിക്കണമെന്ന്. അപ്പൊ തുടർന്നു. നാഗ്പൂർ കേന്ദ്രത്തിലാണ് ഇരുന്നാണ് ഇപ്പോ കേരളത്തിലെ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത്. അത് യാഥാർത്ഥ്യമാണ്, എല്ലാവർക്കും അറിയാം.